കുറ്റ്യാടി UDF സ്ഥാനാർത്ഥി പാർക്കിൽ വിജയിച്ചിരിക്കുന്നു. ടൈറ്റ് ഫൈറ്റുള്ള സ്ഥലങ്ങൾ നോക്കാം. കോന്നി, തൃക്കരിപ്പൂർ, നേമം, മണലൂർ, ഗുരുവായൂർ, കൊട്ടാരക്കര, തിരുവനന്തപുരം സെൻട്രൽ, ചിറയൻകീഴ്, വട്ടിയൂർക്കാവ്, അഴീക്കോട്. കൊല്ലത്ത് LDF ജയിക്കുന്ന ഒരേ ഒരു അവിടെ ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ടായിരുന്ന ആ സംഘർഷം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഭൂരിപക്ഷമൊന്നും പുനലൂരിൽ കിട്ടണമെന്നില്ല. ലീഗിന് കിട്ടേണ്ടിയിരുന്ന ഭൂരിപക്ഷം പോലും അവിടെ കോൺഗ്രസ് കൃത്യമായി പണിയെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്ത്. അഴീക്കോട് അർജുൻ കല്യാൺ ഉണ്ട്. അർജുൻ കല്യാൺ, അഴീക്കോട് എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? അഴീക്കോട് 388 വോട്ടിന്റെ ലീഡ് മാത്രമേ നിലവിലുള്ളൂ. ഇപ്പോൾ എണ്ണുന്നത് UDFന്റെ കേന്ദ്രമാണോ? അങ്ങനെയാണെങ്കിൽ സുമേഷ് തോക്കുമോ? അതിശക്തമായിട്ടുള്ള പോരാട്ടം അവസാന പിടിച്ചിരിക്കുന്നു. ഒരു സീറ്റ് CP ജോൺ BJPയിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. കുറെ നാളുകളായി ഒരു CMBയുടെ MLA. അതായത് തോമസ് ഐസക്കിനേക്കാൾ സീനിയറായ ഒരു നേതാവ് ഒരുപക്ഷെ ഈ പാർട്ടിയിൽ CPM ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം തന്നെ പോളിറ്റ് ബ്യൂറോയിലടക്കം എത്തേണ്ട ഒരു നേതാവ്. ആ നേതാവിന് വേണ്ടത്ര പരിഗണനകളൊന്നും തന്നെ ഒരു ഘട്ടത്തിലും കിട്ടിയിരുന്നില്ല. പ്ലാനിംഗ് കമ്മീഷനിൽ പ്ലാനിംഗ് ബോർഡിൽ ഒരു മെമ്പറായി എന്നതിനും അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് CP ജോണിനെ പാർട്ടിക്ക് നിന്നുള്ള പിന്തുണയോ പാർലമെന്ററി പദവികളോ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതാ CP ജോൺ ആദ്യമായി നിയമസഭയിലേക്ക് നടന്നു കയറുന്നു.